അതിലൊന്ന് പ്രധാനമായിട്ടും സെദ്ദിക്രിമ എന്ന് പറയുന്ന ഒരു ഡാമാണ്. ഡാം അതിലേക്ക് ഇപ്പൊ പ്രവേശനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, വെള്ളം മുമ്പേ ഇല്ല, മഴ പെയ്യുന്ന സമയത്ത് മാത്രം. അതായത് മുമ്പ് നമ്മുടെ ഈ സുബൈദ കനാൽ എന്ന് പറയുന്ന ഒരു കനാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അബ്ബാസി ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദിന്റെ പത്നി സുബൈദ ഇവിടെ ഹാജിമാർക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരുന്ന ഒരു കനാലിനെ കുറിച്ച്. അതിലെ വെള്ളം വന്നിരുന്നത് ഈ പറയുന്ന ഇക്രിമ ഡാമിൽ നിന്നാണ്. ഇപ്പൊ അത് മഴക്കാലമാണെങ്കിൽ മാത്രമേ അതിൽ വെള്ളം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ നോക്കിയാല് വറ്റി വരണ്ട് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ തായിഫ് ഒരു ഹിജാസി മലമടക്കുകൾക്കിടയിലുള്ള ഒരു സിറ്റിയാണ് തായിഫ്. ഇതാണ് ബേസിക്കലി തായിഫിനെ കുറിച്ചുള്ള കാര്യങ്ങള്. ബാക്കി നമ്മള് അതിന്റെ ചരിത്രവും കാര്യങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് സന്ദർശിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വഴിയെ നമ്മൾ സംസാരിക്കും. സുഖവാസ കേന്ദ്രത്തിലേക്കുള്ള യാത്ര എന്നതിനപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ചരിത്രത്തിലെ വലിയ ഒരു നിർണായകമായ ഒരു ഭാഗമായി നിലകൊള്ളുന്ന ഒന്നാണ് പ്രവാചകന്റെ ഖുറൂജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല തായിഫ്. പ്രവാചകൻ തായിഫിലേക്ക് പുറപ്പെട്ട സംഭവം. പ്രവാചകന്റെ പ്രബോധന വിധിയിൽ പ്രവാചകൻ എപ്പോഴും തുണയായി നിന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് അവിശ്വാസിയാണെങ്കിലും പ്രവാചകന് വലിയ പിന്തുണ നൽകിയ പ്രവാചകന്റെ പിതൃ സഹോദരനായ അബൂ താലിബ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയത്തെ വിശ്വസിക്കുകയും പ്രവാചകന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മാനസികമായും ഒക്കെ പ്രവാചകന് പിന്തുണ അർപ്പിച്ച പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക ചരിത്രത്തിൽ ഇവർ രണ്ടുപേരുടെയും വേർപാട് അടുത്തടുത്താണ്. അബൂ താലിബിന്റെ മരണം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം, ഈ രണ്ടു മരണങ്ങൾ സംഭവിച്ച വർഷത്തെ ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. ദുഃഖവർഷമാണ്. പ്രവാചകന് നൽകുന്ന വലിയ പിന്തുണ അത് അവസാനിച്ച വർഷമാണ്. സ്വാഭാവികമായും പ്രവാചകന് തുടർന്നുള്ള പ്രബോധനത്തില് മക്കയിൽ നിലകൊള്ളണമെങ്കിൽ ആരുടെയെങ്കിലും സംരക്ഷണം നിർബന്ധമായും ഉണ്ടായേ തീരും. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ ത്വായിഫിലേക്ക് പുറപ്പെടുകയും തന്റെ ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് ആളുകളുടെ സംരക്ഷണം ലഭിക്കുമോ എന്ന ആഗ്രഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിന്റെ മണ്ണിലേക്ക് വിദൂരമായി പ്രവാചകൻ പ്രയാസങ്ങൾ സഹിച്ച് യാത്ര ചെയ്യുന്നു. 10 ദിവസമാണ് പ്രവാചകൻ ത്വായിഫിൽ ചിലവഴിച്ചത്. 10 ദിവസങ്ങളിൽ ത്വായിഫിലുണ്ടായിരുന്ന പ്രമുഖ കുടുംബങ്ങളിലൊക്കെ ചെന്ന്, പ്രവാചകന്റെ ഉമ്മയുടെ കുടുംബങ്ങളിലൊക്കെ ചെന്ന് പ്രവാചകന്റെ പിന്തുണ, പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ അവര് തയ്യാറാകുന്നില്ല. ആ അഭ്യർത്ഥന നിരസിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭ്യർത്ഥന നിരസിച്ചു എന്ന് മാത്രമല്ല, വളരെ മോശമായ രൂപത്തിലാണ്, അറേബ്യൻ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് അഭയം തേടി വന്ന പ്രവാചകനോട് അവർ പ്രതികരിച്ചത്. പ്രവാചകനെതിരെ കൂക്കി വിളിച്ചു, തെറി വിളിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി ഓടിക്കുന്നതിന് വേണ്ടി ബുദ്ധി മാന്യമുള്ള, അതേപോലെ തന്നെ സമൂഹത്തിൽ മോശക്കാരായി അറിയപ്പെടുന്ന ആളുകളെയും കുട്ടികളെയും ഒക്കെ പ്രവാചകന്റെ പിന്നാലെ പറഞ്ഞേക്കുകയും അവര് പ്രവാചകനെ തെറി വിളിക്കുകയും ആക്ഷേപിക്കുകയും കൂകി വിളിക്കുകയും കല്ലുകൾ കൊണ്ട് പ്രവാചകൻ കാലുകൾ ഉയർത്തുന്ന സമയത്ത് പ്രവാചകന്റെ കാല് നോക്കി അവർ കല്ലുകൾ എറിയുകയും ചെയ്ത സംഭവം പ്രസിദ്ധമാണ്. കാലിൽ നിന്ന് രക്തം ഒലിക്കുന്ന അവസ്ഥയിൽ, ഏറെ പ്രയാസകരമായ അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസിന്റെ തോട്ടത്തിലേക്ക് ചെല്ലുന്നത്. ബുസ്താനു അദ്ദാസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദാസിന്റെ തോട്ടം. അദ്ദാസ് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. നീനവ എന്ന് പറയുന്ന പ്രദേശത്തുകാരനാണ്. നീനവ പ്രദേശത്തുകാരനായ അദ്ദാസിന്റെ തോട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തോട്ടമല്ല യഥാർത്ഥത്തിൽ. അത് ഉത്ബത്ത് ബിൻ റബിയ, മക്കയിലെ പ്രമാണിയായിരുന്ന ഉത്ബയുടെ തോട്ടാണ്. ഉത്ബയുടെയും ഷൈബയുടെയും തോട്ടമാണ്. സല്ലമ ഇരുന്ന് വിശ്രമിച്ചപ്പോ ശത്രുക്കൾ പാറ കൊണ്ടുവന്നിട്ട് കൊല്ലാൻ ശ്രമിച്ച സ്ഥലം. ഇതൊക്കെ ചരിത്രത്തിൽ പറയപ്പെട്ടതാണ് കേട്ടോ. ഇതിനൊന്നും വ്യക്തമായ ഖുർആന് പോലെ സ്വഹീഹായ ഹദീസിൽ പറഞ്ഞതുപോലെ ഇത് ചൂണ്ടിക്കാണിച്ച് പലരും പറയും, ഇവിടെയാണ് പ്രവാചകൻ ഇരുന്നത്, ഇവിടെ നിന്നാണ് തലേക്ക് കല്ലിടാൻ നോക്കിയെന്നൊക്കെ പലരും പറയും. പക്ഷെ അതിനൊന്നും ചരിത്രപരമായ
ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന സ്ഥലത്താണ് അത് സംഭവിച്ചത് എന്നതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായ രേഖകളില്ല. നമ്മൾ അവിടെ പോകുന്നത് ആ സ്ഥലം കാണാനാ. ആ സ്ഥലം കാണുന്നതിന് പ്രത്യേകിച്ച് ബറക്കത്തൊന്നുമില്ല. അവിടെ സന്ദർശിക്കുന്നതിന് പ്രത്യേകിച്ച് പുണ്യമല്ല. അവിടെ മസ്ജിദ് ഇബ്നു അബ്ബാസ് ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിലുള്ള പള്ളിയാണ്. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് താമസിച്ചത് ത്വായിഫിലാണ്. അതുകൊണ്ടാണ് ആ പള്ളി അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ടത്, മസ്ജിദു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആ പള്ളി നമ്മൾ സന്ദർശിക്കും. ആ പള്ളി നമ്മൾ സന്ദർശിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യമല്ല. നമുക്കറിയാം, ലാ തുഷദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസിൻ, 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ യാത്ര ചെയ്യൽ ഇസ്ലാമികമായി പുണ്യമുള്ളൂ. വേറെ ഒരു പള്ളിയിലേക്കും വേറെ ഒരു കേന്ദ്രത്തിലേക്കും ഒന്നിലേക്കും യാത്ര ചെയ്യാന്നുള്ളത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാന്നുള്ളത്. ഒന്ന്, നമ്മൾ ഇപ്പൊ പുറപ്പെട്ട മസ്ജിദുൽ ഹറം അൽ ഹറമുൽ മക്കിയാണ്. രണ്ടാമത്തെ അൽ ഹറമുൽ മദനി അഥവാ മദീനയിലെ പള്ളിയാണ്. മൂന്നാമത്തത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ മനസ്സിലൊക്കെ നോവായുള്ള മസ്ജിദുൽ അഖ്സയാണ്, അഥവാ മസ്ജിദു ഫിലസ്തീൻ. ഫിലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്നും ബൈത്തുൽ മഖ്ദിസ് എന്നും ഒക്കെ പറയുന്ന ഫിലസ്തീനിലെ പള്ളിയാണ്. ഈ 3 പള്ളികളിലേക്ക് മാത്രമേ നമുക്ക് പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ഒട്ടകങ്ങളെ കാണാം, വലതു ഭാഗത്തേക്ക് നോക്കിയാൽ. ഈ ഹുനൈൻ യുദ്ധത്തിന്റെ ഈ വലത് സൈഡ് ഉണ്ട്, ഈ ഒട്ടകങ്ങൾ നിൽക്കുന്ന കണ്ടങ്ങള്, ഈ വലത് ഭാഗത്താണ് ഹുനൈൻ യുദ്ധത്തിന്റെ ഒരു ഭാഗം പറയുന്നത്. ഈ ഭാഗത്താണ്. അറിയാലോ, ഹുനൈൻ യുദ്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം നടത്തിയ യുദ്ധമാണ്. ഇവിടെ നടന്ന യുദ്ധമാണ്. ഹുനൈനിലെ മലഞ്ചെരുവിലൂടെ ഇറങ്ങി വരുമ്പം വിശ്വാസികൾക്ക് പ്രയാസം ഉണ്ടായതും പിന്നീട് വിശ്വാസികൾക്ക് വിജയം കൊടുത്തതും 12,000 പടയാളികൾ പങ്കെടുത്ത യുദ്ധമാണത്. ന്റെ പേരിലാണ്. ഇക്രിമത്ത് ബിൻ അബീ ജഹലാണ്. അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ്. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചാണ് അദ്ദേഹം അവസാന കാലത്തില്. ബഅദ ഫത്ഹി മക്ക, മക്ക വിജയത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ ഒന്നാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു, സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ മക്ക വിജയത്തിന് ശേഷം എന്നല്ല, മക്ക വിജയത്തിന് തൊട്ട് മുമ്പ്. ഇന്ന് ചെമ്മരിയാടുകളെ കൂട്ടം കാണാം വലതു ഭാഗത്ത്. അതിന് സംരക്ഷണം ഒരുക്കി പോണ നായയും കാണാം. ഇസ്ലാം നായയെ വളർത്താൻ അനുവദിക്കുന്ന കാര്യം ഒന്ന്, ഈ കൃഷി ആവശ്യങ്ങൾക്ക്, കാവലിന്, വേട്ടയാടാൻ, ഈ കാര്യങ്ങൾക്കാണ് ഇസ്ലാം നായയെ വളർത്തൽ അനുവദിച്ചത്. വേട്ടയാടാന്, അതെ, വേട്ട പരിശീലിപ്പിച്ച നായ, അൽ കൽബുൽ മുഅല്ലം എന്ന് പറയും ഫിഖ്ഹിന്റെ ഭാഷയിൽ. വിദ്യാഭ്യാസമുള്ള നായ എന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ പഠിപ്പിച്ച നായ, അത് പഠിപ്പിക്കപ്പെട്ട നായ. അതേപോലെ കൃഷിയുടെയും വീടിന്റെയും ഒക്കെ കാവലിനായി ഇപ്പൊ ഈ ആടിനെയൊക്കെ മേയ്ക്കുന്ന ആളുകൾ, ഒട്ടകങ്ങളുമായി കൊണ്ടൊക്കെ പോകുന്ന ആളുകൾ, മറ്റു മൃഗങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാൻ വേണ്ടി അതിന്റെ സംരക്ഷണത്തിന് വളർത്തുന്ന നായകള്, അതിനെയും പറ്റും. വലതു ഭാഗത്ത് നിങ്ങൾക്ക് ആടുകളെ കാണാം. സാധാരണ അറബി ഭാഷയിൽ ആടുകൾ 2ആയി തരംതിരിച്ച് ബലി ഇറക്കുമ്പോ ഒന്ന് ലഇനാണ്, ചെമ്മരിയാട്, പിന്നീട് കബ്ഷ് എന്നൊക്കെ കോലാട് എന്ന് പറയും. കോലാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാധാ ആട്, സാധാ പോലുള്ള ആടുകൾക്കാണ് കോലാട് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചെമ്മരിയാണ്. കോലാടിന് 1 വയസ്സ് പ്രായം മതിയെങ്കിൽ ചെമ്മരിയാടിന് 6 മാസം പ്രായം മതി. കാരണം മാംസോൽപാദനം കുറച്ച് കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ ആടുകളെ അപേക്ഷിച്ച് ചെമ്മരിയാടുകൾക്ക് മാംസോൽപാദനം കൂടുതലായതുകൊണ്ട് തന്നെ ബലിയിറക്കുന്ന സമയത്തൊക്കെ അതിന്റെ പ്രായം പറയുമ്പോൾ ചെമ്മരിയാടിനാണെങ്കിൽ റസൂല് 6 മാസം എന്ന ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ഇറച്ചി കുറച്ചുകൂടി ഉണ്ടാവും. ഈ പ്രായം പരിധി വെച്ചതിന്റെ പിന്നിൽ തന്നെ അറക്കുന്ന ബലിമൃഗത്തിന് അത്യാവശ്യം മാംസം വേണം എന്നതുകൊണ്ടാണ്. കൃഷിസ്ഥലം കാണാം വലതു ഭാഗത്ത്. ഇടത്തെ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ നോക്കി ഇവിടുത്തെ ചെടികള്, സസ്യങ്ങള്, ഇവിടുത്തെ മണ്ണ്, ഭൂപ്രകൃതി, ആളുകള്, വാഹനങ്ങള്, സംസ്കാരം, പഴയ വീടിന്റെ ഒക്കെ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്, കല്ലുകൊണ്ട് അടുക്കി വെച്ചുണ്ടാക്കിയ. ആളില്ലേ
റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കി. നിങ്ങളുടെ പച്ചപ്പുല്ല് വിരിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാം. പ്രകൃതി തന്നെ വേറെയാണ്. നമ്മൾ അവിടെ കണ്ട പ്രകൃതി അല്ലല്ലോ. എന്തൊക്കെ തരത്തിലുള്ള മരങ്ങളാണ്, വൃക്ഷങ്ങളാണ്. ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ആദ്യം ചീറ്റിങ്ങനെ വെള്ളം വരുന്നത് കാണാം. വീട്ടിൽ പിടിച്ച് നോക്കി കാണാം. പിന്നെ അതിന് ആളുകളുടെ മറിച്ചു കേരളത്തിലെത്തി നമ്മൾ കേരളത്തിലെത്തി. അവിടെയാണ് അത്യാവശ്യം തലകളൊക്കെ വെട്ടാറ്. തലവെട്ട് പള്ളിയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്ന സ്ഥലമാണ്. ഡെത്ത് പെനാൽറ്റി, വധശിക്ഷ. ട്രാൻസ്പോർട്ട് ബസ്സാണ് തോന്നുന്നല്ലേ. തായിഫ് ബസ്സാണ്, നമ്മളെ നാട്ടിലെ ലൈൻ ബസ് പോലെ.
വലത് സൈഡ് നോക്ക്, കാണാം, നല്ലോണം കാണാം. നോക്കി, ആ വീടിന്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ബക്കായ എന്ന് പറയാം അറബിയിൽ, ബക്കായ ബൈത്തി അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. പഴയ കെട്ടിടങ്ങളാണ്. അദ്ദാസിന്റെ തോട്ടം